ആഴ്ചകൾക്ക് മുൻപ് രൂപപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ കരാറുകളെയെല്ലാം പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇറാനിലുടനീളം അമേരിക്ക നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തീരമേഖലയിലും ഉൾനാടുകളിലുമെല്ലാം ഒരേപോലെയാണ് US ആക്രമണങ്ങൾ നടത്തുന്നത്. US ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ആക്രമണങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് നടക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ ബാധിക്കുന്നത്, ഇതെല്ലാം വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂലൈ 8 മുതൽ 15 വരെയുള്ള വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 35-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക ഈ ശക്തമായി തിരിച്ചടി ആരംഭിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ US കപ്പൽപ്പട കടുത്ത ഉപരോധം വീണ്ടും ഏർപ്പെടുത്തി കഴിഞ്ഞു. അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാം. ഇറാന്റെ തെക്കൻ തീരപ്രദേശം, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചാണ് അമേരിക്കൻ മിസൈലുകൾ ഭൂരിഭാഗവും പതിച്ചിരിക്കുന്നത്. ഇറാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബുഷേർ ആണവ നിലയത്തിന് സമീപമുള്ള മേഖലകൾ, മധ്യഭാഗത്തുള്ള പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, തെക്കുകിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ചബഹാർ എന്നീ 3 തന്ത്രപ്രധാന തീരദേശ കേന്ദ്രങ്ങളിലാണ് ഏറ്റവും വലിയ സ്ഫോടനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തുള്ള ഗൾഫ് ദ്വീപുകളായ ഖേഷ്ക്, അബു മൂസ, ഗ്രേറ്റർ ടൂൺബ് എന്നിവയും US വ്യോമസേനയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അവിടുത്തെ ഇറാന്റെ തീരദേശ റഡാറുകളും കപ്പൽ വിരുദ്ധ മിസൈൽ ലോഞ്ചറുകളും ഡ്രോൺ താവളങ്ങളും തകർക്കുക എന്നതായിരുന്നു ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. ആക്രമണം ഈ തീരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇറാന്റെ ഉൾനാടുകളിലേക്കും ഈ ആക്രമണങ്ങൾ നീളുന്നുണ്ട്. മധ്യ ഇറാനിലെ പ്രമുഖ വ്യവസായ ആണവ നഗരമായ ഇസ്ഫഹാൻ, പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്നുള്ള എണ്ണ സമ്പന്ന മേഖലയായ അഹ്വാസ്, ദഹ്ലോറൻ, വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ അഖ്ലെ തുടങ്ങിയ ഉൾനാടൻ നഗരങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതായത് ഒരൊറ്റ അതിർത്തി മേഖലയിലല്ല, മറിച്ച് ഇറാനെ മൊത്തമായി തളർത്തുന്ന രീതിയിലാണ് US തങ്ങളുടെ സ്ട്രൈക്കുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ ചെക്കിംഗ് ട്രാക്കിംഗ് ഡേറ്റ പ്രകാരമുള്ള റിപ്പോർട്ടുകളും ഗ്രാഫുകളും സൂചിപ്പിക്കുന്നത് മേഖലയിൽ US നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വിപണിയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ്. സാധാരണ രീതിയിൽ ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണക്കപ്പലുകളും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ജൂൺ പകുതിയോടെ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് ശേഷം ഈ പാത താൽക്കാലികമായി സജീവമായെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ ഷിപ്പിംഗ് ഗ്രാഫ് പരിശോധിച്ചാൽ പ്രതിദിനം ശരാശരി 24 കപ്പലുകൾ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയിട്ടുള്ളത്. സാധാരണ ഉണ്ടാകാറുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ പകുതി പോലും വരാത്തത്ര ചെറിയൊരു നിരക്കാണിത്. യുദ്ധഭീതി കാരണം ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ കൂടിയതും കപ്പലുകൾ റൂട്ട് മാറ്റിയതുമാണ് ഇതിന് കാരണം. നിലവിലെ ഈ സാഹചര്യം ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും എത്രത്തോളം ദോഷകരമായി ബാധിച്ചു എന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഈ ആക്രമണങ്ങളോട് അതിശക്തമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ ഇടപെടലുകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഒരൊറ്റ തുള്ളി എണ്ണയോ വാതകമോ പുറം ലോകത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി USന്റെ സഖ്യരാജ്യങ്ങളായ കുവൈത്ത്, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവ വെടിവെച്ചിടുകയും ചെയ്യുന്നുണ്ട്.